അതിനെയൊക്കെ സംരക്ഷിക്കാനാണോടോ ശമ്പളം തന്നെ ഇവിടെ കാവലിരുത്തിയിരിക്കുന്നേ? താനെന്താടോ തുറച്ചു നോക്കുന്നേ? ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അനുസരിച്ചിരിക്കണം. എടുത്തവളെ വെളിയിലിട്ട് ഗേറ്റ് പൂട്ടടോ. ഞാൻ ചെയ്യില്ല മോളെ, എന്നെ കൊണ്ടത് പറ്റില്ല. നന്ദിനി, 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 എന്താ നന്ദിനി? എന്താ ഇവിടെ? എന്തിനാ ചേച്ചി ഇയാളെ തല്ലിയേ? അത് നീ അന്വേഷിക്കണ്ട. അന്വേഷിക്കണ്ടേ? നമ്മുടെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യനെ കൈ നീട്ടി തല്ലിയാൽ അത് അന്വേഷിക്കണ്ടേ? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചേ? അയാളോട് ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തു. അതിന് ഗേറ്റ് ക്ലോസ് ചെയ്യേണ്ട കാര്യം എന്താ? നന്ദിനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ളതല്ലേ? ഞാൻ തിരിച്ചു വരാനുള്ളതല്ലേ? ആര് പറഞ്ഞിട്ടാ ഗേറ്റ് പൂട്ടിയേ? ചോദിച്ചോട്ടില്ലേ? അത് ആന്റി പറഞ്ഞിട്ടാ. ഓ, ആന്റി പറഞ്ഞിട്ട് പത്മ മാഡത്തിന്റെ ഉത്തരവല്ലേ? നന്ദിനിയെ ഗേറ്റിന് പുറത്ത് നിർത്തും, അതായിരുന്നു കൽപ്പന അല്ലേ? നന്ദിനി, 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 നന്ദിനി. സൂര്യ, ഇക്കാര്യത്തിൽ നീ ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഗേറ്റ് തുറക്കാത്തതിന് അവൾ എന്തൊക്കെ തോന്നിയ ദിവസങ്ങളെ വിളിച്ചു പറഞ്ഞെന്ന് നിനക്കറിയോ? മയങ്ങി വീണതൊക്കെ അവളുടെ അഭിനയം. അതിനു മുൻപ് മമ്മിയും ഞങ്ങളെയൊക്കെ അവൾ പറയാവുന്നതൊക്കെ പറഞ്ഞു. എന്റെ മോള് നിങ്ങൾ എന്തു പറഞ്ഞു എന്നാ? അച്ഛനെന്താ ഇവിടെ? അതും ഈ വേഷത്തില്? സാറേ, ഞാനൊരു സെക്യൂരിറ്റി ഏജൻസിയിൽ ജോലിക്ക് ചേർന്നു. കഴിഞ്ഞ ദിവസം രാത്രി അവരിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ജോലിയെന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ ജോലിയെന്ന് പറഞ്ഞുവിടും. അതുകൊണ്ടാ ആരും അറിയാതെ മുഖം മൂടിയോടെ ഞാനിവിടെ. കണ്ടില്ലേ ഏട്ടാ, വേഷം മാറി മുഖംമൂടിയും ധരിച്ച് ഇയാള് നമ്മുടെ ഗേറ്റിൽ കാവലിരിക്കുന്നു. അത് ഇവള് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കില്ലേ? സംശയം എന്താ? ഒരു ദിവസം ഗേറ്റ് പൂട്ടിയിരുന്നത് കൊണ്ട് ഇങ്ങനെ കള്ളത്തരം പിടിക്കാനെങ്കിലും സാധിച്ചല്ലോ. എന്താ സൂര്യ, നിനക്കൊന്നും പറയാനില്ലേ? അച്ഛനും മോളും കൂടി അറിഞ്ഞ ഈ അഭ്യാസം. നീ അത്രയ്ക്ക് ചങ്കുറ്റുള്ളവനാണെങ്കിൽ ആദ്യം ഇയാളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്ക്. എന്നിട്ട് അതിന് കൂട്ടു നിന്ന ഇവളെ തെറ്റ് ചെയ്തവരെ ഞാൻ ശിക്ഷിക്കാം. പക്ഷേ അത് ഏറ്റുവാങ്ങാനേ തെറ്റ് ചെയ്തവർക്ക് കഴിയണം. അച്ഛൻ ഈ ഗേറ്റിൽ കാവൽ നിന്നത് നന്ദിനി അറിഞ്ഞിട്ടല്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് നന്ദിനിയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. പക്ഷേ നിങ്ങളുടെയൊക്കെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കിയാലേ കാണുന്നത് ക്രിമിനൽ മുഖങ്ങളാ. ആ പറ, ആരുടെ കാരണത്തെ ഞാൻ അടിക്കേണ്ടത് പറയാൻ? അച്ഛനും അമ്മയും വീട്ടിലില്ല. നന്ദിനി തിരിച്ചെത്തിയ
ഇന്നത്തെ ദിവസം ഗേറ്റിന് വെളിയിൽ തന്നെ നിർത്തണമെന്ന് നിങ്ങൾക്ക് കൽപ്പനയും കിട്ടി അല്ലേ? നന്ദിനി വാ. താമന്തേ വരാനാ പറഞ്ഞേ. അതെ, താൻ മുറി പോരുന്നു. സർ, ഞാൻ കേറിപ്പോ. ആ, നന്ദിനിയെ വീടിന് പുറത്ത് നിർത്താനായിരുന്നില്ലേ കൽപ്പന? അതിനുള്ള സമ്മാനമായിട്ട് ഇന്ന് 3 പേരും പുറത്ത് കടന്നാ മതി കേട്ടാ. വാതിലടയ്ക്കുന്നു. അളിയാ അടയ്ക്കല്ലേ. സൂര്യ കേട്ടോ? സർ, അവര് അതിവിടെ താമന്തേ വരാൻ. സർ, പറയട്ടെ. ഇങ്ങോട്ട് വരാൻ.